എവറി ടൈം ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ സ്പ്രിങ്ങിൻ്റെ സീസൺ ആകുമ്പോൾ ഇങ്ങനെ എല്ലായിടത്തും കാർണിവൽ പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഏരിയയിൽ ഒരു കാർണിവൽ ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉത്സവപ്പറമ്പില്ല, ഞങ്ങളവിടെ താലപ്പൊലിക്കൊക്കെ ഇങ്ങനെ വരാറ്. പിന്നെ നമ്മളെ തൊട്ടിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ഇവിടെ. എല്ലാവരും കൂടി ഈ വീക്കെൻഡിൽ കാര്യങ്ങളും ഒക്കെ ഒത്തുകൂടിയ ഒരു ആഘോഷമാണ് വയ്ക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ സാധനങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരാം. ഞങ്ങൾ കാർണിവൽ കാണാൻ പോയ സമയത്ത് ചില റൈഡുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിഞ്ഞത് അവർ ഈവനിങ് ആകുമ്പോൾ തിരക്ക് കൂടും, ആ ടൈമിൽ ഓപ്പൺ ആക്കുള്ളൂ എന്നാണ് കേട്ടോ. ഈ റൈഡുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റിയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പിന്നുള്ളത് നമ്മൾ ഈ തൊട്ടിയൂഞ്ഞാലാണ്. അതിൽ കയറാൻ എനിക്ക് നല്ല ഇഷ്ടമുണ്ട് കേട്ടോ. പക്ഷെ അത് ഓപ്പൺ ആയിരുന്നില്ല. പിന്നെ കയറാമെന്ന് ചോദിച്ചാൽ എനിക്കത് പറ്റിയില്ല കേട്ടോ. പിന്നെ നമുക്ക് അവിടെ തന്നെ സൈഡിലായിട്ട് ഒരു ലൂപ്പ് ട്രെയിൻ ഉണ്ട്. അതും ഓഫ് ആയിരുന്നിട്ട്, അതും വർക്കിംഗ് ആയിരുന്നില്ല. അത് തിരക്ക് കൂടെ ടൈമിലേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളെ കൈയിൻ്റെ പഞ്ചിങ് പവർ നോക്കുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. പഞ്ചിങ് പവറിൽ ഏറ്റവും ടോപ്പ് 927. അതിൽ കൂടുതലായിട്ട് നമുക്ക് പഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ഉണ്ട് കേട്ടോ. അവിടെ എത്ര പൈസ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഒരു പഞ്ചിന് 5 കേസ് വെച്ചിട്ടായിരുന്നു അവർ ചാർജ് ചെയ്തിരുന്നത്. അത് നമുക്ക് കോയിൻ ഇട്ടിട്ടാണ് ഇടിക്കാനായിട്ട്. അപ്പോൾ ഞാനും കുഞ്ഞിട്ടും ഒരുപാട് തവണ ട്രൈ ചെയ്തിരുന്നു. ഞങ്ങൾക്കൊരു 400 ആ റേഞ്ചിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും ഞങ്ങൾ രണ്ടുപേരും പോയിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഒരു 4-5 പ്രാവശ്യം നമ്മൾ ഇടിച്ച് നോക്കി കുറച്ച് പൈസ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എന്നത് അതിൻ്റെ സൈഡ് ചെയ്ത് തന്നെയുള്ള ഹാമറിന് പഞ്ച് ചെയ്തിട്ട് നമ്മൾ പവർ നോക്കുന്ന സംഭവം ഉണ്ടായിട്ടാണ്. അതിൻ്റെ ടോപ്പ് സ്കോർ വെട്ടിക്കാനാണ് നമ്മൾ നോക്കിയത്. അതിൻ്റെ എത്രയാണ് ടോപ്പ് സ്കോർ? 9,183 ആയിരുന്നു അതിൻ്റെ ടോപ്പ് സ്കോർ കേട്ടോ. നമ്മൾ അത് വെട്ടിക്കാനായിട്ട് അടിച്ചടിച്ച് നോക്കിയിട്ടൊരു 8,000 സംതിങ് വരെ എത്തിച്ച്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറേ പൈസയും പോയി. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു രസമായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കാരണം ഈ യൂറോപ്യൻസൊക്കെ എന്താ പറയുക ഒരു വീക്കെൻഡൊക്കെ ചിലവഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരാം. വിൻ്ററിൻ്റെ ഒരു മൂടിക്കെട്ട് മാറി സമ്മറിൽ അവർ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാറ്. ഈ കാർണിവലൊക്കെ അവർക്ക് വേണ്ടി വെക്കാറ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എന്താ പറയുക ഒരു പ്രത്യേക സംഭവമായിരുന്നു. ഞാൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ യൂറോപ്പിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലൊരു കാർണിവൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നൊക്കെ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണോട്ടോ. പിന്നെ നമ്മൾ ഈ വീഡിയോസ് കാണാൻ പലരും നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അവരെ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.